ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സെത്ത് റോളൻസ് ടീമിൻ്റെ സെഗ്മെൻ്റാണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ സെത്ത് റോളൻസ് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. അതിനേക്കാൾ മുൻപായിട്ട് റോ എപ്പിസോഡിനെ പറ്റി പറയാം. ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോ ആയിരുന്നു. ചെയ്തിട്ടുള്ള മാച്ച് സെഗ്മെൻറ്റ് എല്ലാം നന്നായിട്ടുണ്ട്. ഈ സെത്ത് റോളൻസിൻ്റെ സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സെത്ത് റോളൻസ് എപ്പോഴത്തെയും പോലെ സെത്ത് റോളൻസ്, ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് ഇവരാണ് WWE ഭാവി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റോമൻ റെയിൻസിനെയും CM പങ്കിനെയും മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് CM പങ്കിന് സെത്ത് റോളൻസിന് ഒട്ടും താല്പര്യമില്ല എന്നും അതുപോലെ റോമൻ റെയിൻസ് വരാത്ത കാരണം സെത്ത് റോളൻസ് ആണെന്നും അതിനോടൊപ്പം ഫാൻസ് ഇവരുടെ പേരെല്ലാം പറഞ്ഞ് ചാൻറ്റ് ചെയ്യുമ്പോൾ സെത്ത് അവസാനം പറയുന്നുണ്ട് എന്നാൽ എൻ്റെ മ്യൂസിക് പാടാനായിട്ട്. അപ്പോൾ ഫാൻസ് ആ ഒരു മ്യൂസിക്കും പാടുന്ന സമയത്ത് സെത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഒന്നിലും സ്ഥിരമായി ഉറച്ചു നിൽക്കാത്ത ഒരു ടീമാണ് എന്ന ടൈപ്പിലൊക്കെ. ഇനി മെയിനായിട്ടും ഈ സെഗ്മെൻറ്റിൽ എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഒന്ന് LA നൈറ്റിനെ പറ്റിയാണ്. അതായത് LA നൈറ്റ് പ്രശ്നമുണ്ടാക്കിയ കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. അതായത് പോൾ ഹേമനെ ചാലഞ്ച് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം. എന്നാൽ LA നൈറ്റിന് സംഭവിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ്. ബാക്ക് ടു ബാക്ക് സുനാമി എല്ലാം കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ നൈറ്റ് ഓഫ് ചാമ്പ്യൻഷിപ്പിൻ്റെ പിറകെ ഒരുപാട് പേരുണ്ട്. റാൻഡി ഓട്ടൻ, ജെയ്യൂസോ, കോഡി റോഡ്സ്, CM പങ്ക് ഇവരെല്ലാം. അപ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളെല്ലാം സെക്കൻഡ് ഓപ്ഷനാണ്. അതായത് നിങ്ങളൊക്കെ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത അടുത്ത സെക്കൻഡിൽ തന്നെ അല്ലെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് മിസ്റ്റർ മണി ഇൻ ദി ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാനാണ് ചാമ്പ്യൻ ആവാൻ പോകുന്നത് എന്ന ടൈപ്പിലാണ് സെത്ത് ഈ സെഗ്മെൻറ്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചത്. അപ്പോൾ ഈ സെഗ്മെൻറ്റ് നല്ല സെഗ്മെൻ്റ് ആയിട്ടാണ് തോന്നിയത്. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് പെൻഡ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിൻ്റെ അവസാനത്തിൽ പെൻഡ മെക്സിക്കൻ ഡിസ്ട്രോയർ ചെയ്തുകൊണ്ട് ബ്രോൺ ബ്രേക്കറെ പിൻ ചെയ്തു. എങ്കിലും ബ്രോൺ ബ്രേക്കർ അത് കിക്കൗട്ട് ചെയ്തു. അവസാനം സെക്കൻഡ് ഡ്രോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ജമ്പ് ചെയ്ത് ഒരു ക്രോസ് ബോഡി ചെയ്യാൻ നോക്കിയ സമയത്ത് ബ്രോൺ ബ്രേക്കർ അത് റിവേഴ്സ് ചെയ്ത് അങ്ങനെ തന്നെ സ്പിയർ ചെയ്ത് ഈ മാച്ചിൽ ബ്രോൺ ബ്രേക്കർ ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഇത് നല്ല അടിപൊളി മാച്ച് ആയിരുന്നു. അതിനുശേഷം AJ സ്റ്റൈൽസ് ബാക്ക് സ്റ്റേജിൽ ആഡം പിയേഴ്സുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആഡം പിയേഴ്സ് പറയുന്നത് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നൈറ്റ് ഓഫ് ചാമ്പ്യനിൽ നിങ്ങൾക്ക് IC ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കില്ല എന്നാണ്. അപ്പോൾ AJ സ്റ്റൈൽസ് അത് വിശ്വസിക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ ആഡം പിയേഴ്സ് പറയുന്നുണ്ട് അവൻ്റെ ഇഞ്ചുറി മാറിയ അടുത്ത സമയം തന്നെ നിൻ്റെ കൂടെ IC ചാമ്പ്യൻഷിപ്പ് മാച്ച് വെച്ച് തരാമെന്ന്. അപ്പോൾ AJ സ്റ്റൈൽസ് അവിടെ നിന്നും പോകുന്നുണ്ട്. അതുപോലെ ഈ സെഗ്മെൻറ്റിന് മുൻപായിട്ട് ലീവ് മോർഗൻ്റെ ഇഞ്ചുറിയെ പറ്റിയും പറഞ്ഞിരുന്നു. അതിനുശേഷം ഇതേ സെഗ്മെൻറ്റിലേക്ക് ന്യൂ ഡേ ടീം ഗ്രേസൺ വെല്ലർ എല്ലാം വന്നുകൊണ്ട് ആഡം പിയേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ ന്യൂ ഡേ ടീമിന് നെക്സ്റ്റ് വീക്ക് ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ കൂടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് വെച്ച് കൊടുത്തു ആഡം പിയേഴ്സ്. അതിനുശേഷം ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവർക്ക് നടക്കാൻ പോകുന്ന മാച്ചുകളെ പറ്റിയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റോക്സാൻ പെരസിനോട് ക്വീൻ ഓഫ് ദ റിംഗ് മാച്ചൊക്കെ വിൻ ചെയ്യാൻ പറയുന്നുണ്ട് ഫിൻ ബാലർ. അതുപോലെ നെക്സ്റ്റ് വീക്ക് ഇവർക്ക് നടക്കാൻ പോകുന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റിയും പറയുന്നുണ്ട്. അതിനോടൊപ്പം റിയ റിപ്ലിയുടെ പ്രശ്നം റക്കിലിനോട് അവസാനിപ്പിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ ഈ സെഗ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ലിവ് മോർഗൻ ഇല്ലാത്ത സമയത്ത് റോക്സാൻ പെരസ് ഈ ഒരു ടീമുമായിട്ട് കണക്ട് ആവുന്നുണ്ട് എന്നുള്ളതും ഈ സെഗ്മെന്റിൽ കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതായത് ഡൊമിനിക്കുമായിട്ട് നൈസായിട്ട് കമ്പനി ആവുന്നത് പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നീട് ക്വീൻ ഓഫ് ദ റിംഗ് സെമി ഫൈനൽ മാച്ച് ജേഡ് കാർഗിൽ വേഴ്സസ് റോക്സാൻ പെരസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചും അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിൻ്റെ അവസാനത്തിൽ റോക്സാൻ പെരസിനെ ഒരു പവർ ബോംബ് ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ ഫിനിഷർ അടിച്ചുകൊണ്ട് ജേഡ് കാർഗിലാണ് ഈ മാച്ച് വിൻ ചെയ്ത് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് ഫൈനൽ മാച്ചിലേക്ക് ആഡ് ആയത്. അതും ആസ്കയുടെ കൂടെയാണ് ഫൈനൽ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു അൺപ്രഡിക്റ്റബിൾ മാച്ചായിട്ടാണ് മുന്നോട്ട് പോവുക. നോക്കാം. അപ്പോൾ ഇത് നല്ല റിസൾട്ട് ആയിരുന്നു. അതുപോലെ ഫൈനൽ മാച്ച് വേറെ ലെവലാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ മാച്ചിന് ശേഷം ആസ്ക വന്നുകൊണ്ട് ഒരു ചെറിയ ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റും കാണിച്ചിരുന്നു. അതായത് ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് പോലെ. പിന്നീട് ഷെയ്മസ്, റുസേവ് ഇവരുടെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവരുടെ മുൻപത്തെ ടീമായ ലീഗ് ഓഫ് നേഷനെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അതിലുള്ള ഏറ്റവും മോശം ആള് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിലൊക്കെ റുസേവിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഷെയ്മസ് സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് തമ്മിൽ ഫൈറ്റ് വരുന്നത് പോലെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ റുസേവ് പറയുന്നത് ഷെയ്മസിന് റുസേവ് മനസ്സിലാക്കി തരും എന്ന ടൈപ്പിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കാണിച്ച് ഒരു സമ്മർ സ്ലാമിൽ കൊണ്ടുവച്ചാൽ സെറ്റായിരിക്കും. അതിന് മുൻപ് വെച്ചാൽ കാര്യമില്ല. പിന്നീട് ബാക്ക് സ്റ്റേജിൽ സാമി സൈൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ കെരിൻ ക്രോസും സ്കാർലറ്റും വരുന്നതായിട്ടും വന്നതിന് ശേഷം കെരിൻ ക്രോസ്
സാമി സൈൻ റാൻഡി ഓർട്ടന്റെ കൂടെ തോറ്റുപോയ കാര്യത്തെപ്പറ്റി കളിയാക്കുന്നുണ്ട്. മെയിനായിട്ടും നീ ഇനി ഒരിക്കലും വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ സാമി സൈൻ്റെ കയ്യിൽ നിന്നും ഒരെണ്ണം കിട്ടി മുഖത്തിട്ട്. എന്നിട്ട് സാമി സൈൻ പറയുന്നുണ്ട്, ഞാൻ ആഡം പിയേഴ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾക്ക് തമ്മിലുള്ള മാച്ചിനെ പറ്റി. പിന്നീട് സാമി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇവർ ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഇപ്പോൾ കെരിയൻ ക്രോസിനെ കാണിക്കുന്ന സെഗ്മെൻറ്റിൽ ഫാൻസ് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പതിയെ പതിയെ കൊണ്ടുവന്ന് കെരിയൻ ക്രോസിനെ നല്ല രീതിയിൽ കാണിക്കും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്, നോക്കാം. എന്തായാലും നല്ലൊരു റെസ്ലറാണ്. അതിനുശേഷം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് IC ചാമ്പ്യൻ ബെക്കി ലഞ്ച് വേഴ്സസ് ബെയ്ലി, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. രണ്ടു പേരുടെയും പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. അതിലും ബെക്കി ലഞ്ചിനെ തന്നെ ബെയ്ലി മാൻഹാൻഡിൽ സ്ലാം ഫിനിഷറൊക്കെ ചെയ്ത് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിൽ ഇവർ അനൗൺസ് ടേബിളിൻ്റെ അവിടെയെല്ലാം പോയി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ വൽക്കിരിയ വന്നുകൊണ്ട് ബെക്കി ലഞ്ചിനെ ബെയ്ലിനെ സേവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ആ സമയം അത് ബെയ്ലിക്ക് ഉപദ്രവമായി മാറുന്നുണ്ട്. അതായത് ബെക്കി ലഞ്ച് ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ലൈറ വൽക്കിരിയനെ അറ്റാക്ക് ചെയ്തു. ശേഷം മാച്ച് കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയ സമയത്ത് ലൈറ വൽക്കിരിയ റിങ്ങിൽ കയറി ബെക്കി ലഞ്ചിനെ അറ്റാക്ക് ചെയ്ത് ആ മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അതായത് റൂൾസ് പ്രകാരം ബെക്കി ലഞ്ച് തന്നെ സ്റ്റിൽ ചാമ്പ്യനായി മാച്ച് വിൻ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതൊരു ട്രിപ്പിൾ ത്രെഡ് സ്റ്റൈലിലേക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മാച്ച് അടിപൊളിയായിരുന്നു. ഇനി ഇവർക്ക് ട്രിപ്പിൾ ത്രെഡ് മാച്ച് വരുമ്പോൾ ആ മാച്ച് വേറെ ലെവലായിരിക്കും. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ചാറ്റ് കേബിൾ പെൻഡയുമായിട്ട് പ്രശ്നമുണ്ടാക്കി. അതായത് പെൻഡ തോറ്റ കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ടും മാസ്കിനെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ടും അവസാനം പെൻഡ ചാറ്റ് കേബിളിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും മാച്ചിൽ ചെയ്യുന്നത് പോലെ കൈയെല്ലാം ഡിസ്ലൊക്കേറ്റ് ആക്കുന്നത് പോലെയും കാണിച്ചിരുന്നു. അതിനുശേഷം വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻ റക്കിൽ റോഡ്രിഗസിൻ്റെ സെഗ്മെൻറ്റ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ അവർ റിയ റിപ്ലിയെ വിളിച്ചുകൊണ്ട് അവർക്ക് തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിക്കാം ഈ ഒരു ടൈപ്പിലാണ് വന്നത്. അങ്ങനെ റിയ റിപ്ലിയും അവിടെ വന്നുകൊണ്ട് ഇവർ രണ്ടുപേരും ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. അവസാനം ടേബിൾ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മുകളിലേക്ക് റിയ റിപ്ലി റക്കിലിനെ എടുത്ത് അടിക്കാൻ നോക്കിയ സമയത്ത് റോക്സാൻ പെരസ് വന്ന് റക്കിലിനെ സേവ് ചെയ്തു. ശേഷം റക്കിൽ റിയ റിപ്ലിയെ ടേബിളിൻ്റെ മുകളിലേക്ക് അടിച്ച് റോക്സാൻ പെരസുമായിട്ട് ടീമാവുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവൻ്റായി നടന്നത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ മാച്ചാണ്. കോഡി റോഡ്സ് വേഴ്സസ് മെയിൻ ഇവൻറ്റ് ജെയ് യുസോ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ അടിപൊളിയായി തന്നെയാണ് മുന്നോട്ട് പോയത്. രണ്ടു പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിൽ കോഡി റോഡ്സിനെ സ്പിയറൊക്കെ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും കോഡി കിക്കൗട്ട് ചെയ്തു. അതുപോലെ കോഡി റോഡ്സിൻ്റെ ക്രോസ് റോഡ്സ് ഫിനിഷിംഗ് മൂവ് ജെയ് യുസോ കോഡി റോഡ്സിനെ തന്നെ ചെയ്തിരുന്നു. അതെല്ലാം അടിപൊളിയായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ അവസാനത്തിൽ കോഡി റോഡ്സ് ജെയ് യുസോനെ റോപ്പിൻ്റെ മുകളിൽ നിന്നും ഒരു കോഡി കട്ടർ ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ എടുത്ത് ക്രോസ് റോഡ്സ് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ കോഡി റോഡ്സ് ആണ് വിൻ ചെയ്ത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മാച്ചിലേക്ക് ആഡായത്. അതായത് റാൻഡി ഓർട്ടൻ്റെ കൂടെ ഫൈനൽ മാച്ച്. അപ്പോൾ കോഡി റോഡ്സ് ആഡായതിൽ യാതൊരു വിഷയവുമില്ല. പക്ഷേ റാൻഡി ഓർട്ടൻ്റെ കൂടെയുള്ള മാച്ച് ഇപ്പോൾ വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്ക് ഇപ്പോഴും ഉണ്ട്. നോക്കാം എന്താണ് ഈ മാച്ചിൽ സംഭവിക്കുക എന്ന്. അപ്പോൾ വുമൺസിൻ്റെ ക്വീൻ ഓഫ് ദ റിംഗ് മാച്ച് അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ ഈ മാച്ചിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. മാച്ച് കഴിഞ്ഞതിന് ശേഷം കോഡി ജെയ് യുസോ വീണ്ടും ഒന്നിച്ചു. ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ നല്ല റോ എപ്പിസോഡായിരുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.